യുടെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് ഭർത്താവും മകളും. മരണത്തിൽ പരാതിയില്ലെന്ന ബന്ധുക്കളിൽ മറ്റൊരു വിഭാഗം. പത്തനംതിട്ടയിലാണ് സംഭവം. പത്തനംതിട്ട ചേരിക്കൽ സ്വദേശിനി ശ്യാമളയുടെ മരണവിവരം അറിഞ്ഞ് ആന്റണി MP എത്തിയതോടെ ബന്ധുക്കൾ ചേരിതിരിഞ്ഞ് തർക്കിച്ചത് ആശുപത്രി പരിസരത്തെ ബഹളമയമാക്കി. ഇവര് ഡയഗ്നോസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇവർക്ക് കാര്യങ്ങളുണ്ട്, ഇവർ അതൊന്നും ചെയ്യാതെ ആ അമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്കാണോ പ്രശ്നം? നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് കൊച്ചേന്ന്. ചികിത്സാ പിഴവ് തന്നെയാണ്, അതിൻ്റെ അകത്ത് എനിക്ക് ഒരു മാറ്റവും ഇല്ല. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 6 ദിവസം മുൻപാണ് ശ്യാമളയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും ഇന്നലെ വാർഡിലേക്ക് മാറ്റി. തുടർന്ന് രാത്രിയിലും ഇന്ന് രാവിലെയുമായി അസ്വസ്ഥതകൾ ഉണ്ടായി. അറിയിച്ചിട്ടും നഴ്സുമാരടക്കം കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് ആക്ഷേപം. മരണവിവരം അറിഞ്ഞ് ആന്റണി MPയും കോൺഗ്രസ് പ്രവർത്തകരും ജനറൽ ആശുപത്രിയിലെത്തി. ഇതോടെ ശ്യാമളയുടെ സമീപവാസികളും ബന്ധുക്കളുമായ ഒരു വിഭാഗം അസ്വസ്ഥരായി. മരണത്തിൽ പരാതിയില്ലെന്നായി ഇവരുടെ നിലപാട്. ഈ പരാതി എന്തിനാ പറഞ്ഞത്? പരാതി പറഞ്ഞത് ആന്റണി ഇവിടെ വരുന്നത് വരെയുള്ള പരാതി ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പരാതി കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ് ബോഡി കൊണ്ടുപോകാം. ഇത് രാഷ്ട്രീയ ലക്ഷ്യം, അതാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ 2 ചേരിയായി തിരിഞ്ഞതോടെ തർക്കം രൂക്ഷം. ഇടയ്ക്ക് അടിയും പൊട്ടി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഇങ്ങനെ കുത്തഴിഞ്ഞ് ജനങ്ങൾക്കാകെ ആശ്രയിക്കാവുന്നൊരു സ്ഥാപനമാണ്. ഇങ്ങനെ വരുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും, അല്ലെ മരിക്കും എന്നൊരു നിലയിൽ ഇതുപോലെ വരുന്ന പാവങ്ങളെ ഇതുപോലെ അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ സർക്കാർ ആശുപത്രി വന്നത്. പരാതിയുടെ പശ്ചാത്തലത്തിൽ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ചികിത്സാ പിഴവെന്ന ആക്ഷേപം ആശുപത്രി അധികൃതർ തള്ളി. ഗുരുതരമായ ഹൃദ്രോഗമാണ് ശ്യാമളയ്ക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഡോക്ടറുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.